ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്നത് ഹുവായുടെ ഒരു ലാപ്ടോപ്പാണ്. അപ്പോൾ അതിന്റെ കംപ്ലൈൻറ്റ്സ് കസ്റ്റമർ പറയുന്നത് ഇതിന്റെ ചെറിയ രീതിയിൽ വൈറ്റ് ലൈറ്റ് കാണിക്കുന്നുണ്ട്. എക്സ്റ്റേണൽ മോണിറ്റർ HDMI കൊടുത്താൽ ലാപ്ടോപ്പ് വർക്കിംഗ് ആണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ സ്ക്രീനിൽ എന്ത് ചെയ്യുന്നില്ല, പിക്ചറോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ അതാണ് ഇതിന്റെ കംപ്ലൈന്റ്. ബോർഡിലാവാനാണ് കംപ്ലൈന്റ് ചാൻസ് കൂടുതൽ. ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ പറയാൻ കഴിയും. അപ്പോൾ ലാപ്ടോപ്പ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ടച്ചാണ് സ്ക്രീന്, അഥവാ മാക്കിൻ്റെ ഒക്കെ മാതിരി നല്ല ക്യൂട്ടായിട്ടുള്ള ലാപ്ടോപ്പാണ്. ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, ഹുവായുടെ ലാപ്പാണ്. ഈ സ്കീമാറ്റിക് അതേമാതിരി തന്നെ ബോർഡ് വ്യൂ. ഈ സ്കീമാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബോർഡ് ഉണ്ടാക്കിയ അഥവാ എഞ്ചിനീയർ ലെവലിൽ ബോർഡ് ഉണ്ടാക്കിയിരുന്ന അതിൻ്റെ ഡയഗ്രാം മൊത്തം, ഇതിൻ്റെ സർക്യൂട്ടുകൾ മൊത്തം ഇതുവഴി നമ്മൾ ട്രേസ് ഔട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. അതേമാതിരി തന്നെ ഇതിൻ്റെ ബോർഡ് വ്യൂ. ഈ ബോർഡ് വ്യൂ എന്നാണെങ്കിൽ നമുക്ക് ഏതാണോ പൊസിഷൻ, ആ പൊസിഷനിൽ നമുക്ക് കോമ്പണൻസിന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് ട്രേസ് ഔട്ട് ചെയ്യാൻ ഒന്നുകൂടി ഈസിയാണ് കോമ്പണൻസ് ഒക്കെ ആയിട്ട്. പക്ഷെ ഈ രണ്ട് സാധനവും ഈ ലാപ്ടോപ്പിന് ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് കണ്ടുപിടിച്ചിട്ട് ചെയ്യാനുള്ള ടാസ്ക്കാണ്, ടൈമാണ് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇത് സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നത് ഞാൻ ഈ പറഞ്ഞ മാതിരി തന്നെ ടീക്കോണിന്റെ ഡിറ്റക്ഷൻ ആണ്. അഥവാ പാനലിന് ടീക്കോണിന്റെ ഡിറ്റക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ പാനൽ ഡിറ്റക്റ്റ് ആവില്ല. പാനൽ ഡിറ്റക്റ്റ് ആയില്ലെങ്കിൽ ഡിസ്പ്ലേ കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഓക്കെ, ഏതായാലും ഇപ്പോൾ ലാപ്ടോപ്പ് വർക്കിംഗ് ആണ്.